ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് അമേരിക്ക സന്ദർശനത്തിന് തുടക്കമായി. ഇരു രാജ്യങ്ങളും തമ്മിൽ ഇന്ത്യയ്ക്കുള്ള നയതന്ത്ര പങ്കാളിത്തം മെച്ചപ്പെടുത്താൻ സന്ദർശനം സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതോടൊപ്പം ആരോഗ്യ പരിരക്ഷയ്ക്കും പ്രാധാന്യം നൽകണമെന്ന് പരീക്ഷാ പേ ചർച്ചയിൽ പ്രധാനമന്ത്രി. 2025-26 കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ച പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നു നടന്നു. മന്ത് നിർമ്മാർജ്ജനത്തിനുള്ള ക്യാമ്പയിൻ ഫലപ്രദമായി നടപ്പാക്കുന്നുണ്ടെന്ന് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉറപ്പാക്കണമെന്ന് അഭ്യർത്ഥിച്ച് മന്ത്രി JP നഡ്ഡ. സംസ്ഥാന ബജറ്റ് സംബന്ധിച്ച ചർച്ചകൾക്ക് കേരള നിയമസഭയിൽ തുടക്കമായി. കിഫ്ബി വിഷയത്തിൽ സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. തായ്ലാന്റിൽ നടക്കുന്ന പാരാ ആർച്ചറി ഏഷ്യ കപ്പ് വനിതാ കോമ്പൌണ്ട് ഓപ്പൺ വിഭാഗത്തിൽ ഇന്ത്യയുടെ സരിതയ്ക്ക് സ്വർണം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് അമേരിക്ക സന്ദർശനത്തിന് തുടക്കമായി. ഇരു രാജ്യങ്ങളും തമ്മിൽ ഇന്ത്യയ്ക്കുള്ള നയതന്ത്ര പങ്കാളിത്തം മെച്ചപ്പെടുത്താൻ സന്ദർശനം സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി യാത്രയ്ക്ക് മുന്നോടിയായുള്ള സന്ദേശത്തിൽ പറഞ്ഞു. പാരീസിൽ നടക്കുന്ന 3 ദിവസത്തെ AI ഉച്ചകോടിക്ക് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോയ്ക്കൊപ്പം ശ്രീ മോദി ഇന്ന് സംയുക്ത അധ്യക്ഷത വഹിക്കും. 100 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഉച്ചകോടിയിൽ നിർമ്മിത ബുദ്ധി ഉപയോഗത്തിലെ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ, ഉത്തരവാദിത്തത്തോടെയുള്ള AI ഉപയോഗം എന്നിവ സംബന്ധിച്ച നിർണായക ചർച്ചകൾ നടക്കും. മാർസയിലെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഉദ്ഘാടനവും ശ്രീ മോദി നിർവഹിക്കും. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി മറ്റന്നാൾ അമേരിക്കയിലെത്തും. നിർണായക ചർച്ചകളും ഉഭയകക്ഷി കൂടിക്കാഴ്ചകളും സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കും. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതൊപ്പം ആരോഗ്യ പരിരക്ഷയ്ക്കും ഏറെ പ്രാധാന്യമുണ്ടെന്ന് പരീക്ഷാ പേ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളും സധൈര്യം നേരിടണമെന്നും സമ്മർദ്ദം അതിജീവിച്ച് പരീക്ഷകൾക്കായി തയ്യാറെടുക്കണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് പറഞ്ഞു. പരീക്ഷാ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷാ പേ ചർച്ചയുടെ 8ാം പതിപ്പിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പോഷകാഹാരം, ശരിയായ ഉറക്കം തുടങ്ങിയവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശങ്ങൾ നൽകി. पोषण में शरीर के वेलनेस के लिए, फिटनेस के लिए नींद का बहुत महत्व है और इन दिनों तो पूरा मेडिकल साइंस इस बात पर केंद्रित हो रहा है कि जो पेशेंट आता है उसकी नींद कैसी है, कितने घंटे सोता है, ये सारे सवालों की बहुत गहराई से अध्ययन कर रहे हैं. മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യരുതെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംവദിക്കാൻ 36 വിദ്യാർത്ഥികൾക്കാണ് അവസരം ലഭിച്ചത്. 2025-26 കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ച ലോക്സഭയിൽ നടന്നു. കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ ബജറ്റാണ് കേന്ദ്ര ബജറ്റെന്നും തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം എന്നിവ ഉൾപ്പെടെ ജനങ്ങൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ബജറ്റ് പരാജയപ്പെട്ടുവെന്നും DMK അംഗം ദയാനിധി മാരൻ ആരോപിച്ചു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മന്ദഗതിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ എല്ലാ മേഖലകൾക്കും ബജറ്റിൽ നല്ല രീതിയിൽ വിഹിതം വകയിരുത്തിയിട്ടുണ്ടെന്നും രാജ്യത്തിന്റെ ക്ഷേമം മുൻനിർത്തിയുള്ള ബജറ്റാണ് ഇതെന്നും BJP MP അനുരാഗ് സിംഗ് ഠാക്കൂർ വ്യക്തമാക്കി. ഉൽപാദനം, നിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ഇൻസെന്റീവുകൾ പരാജയമാണെന്ന് കോൺഗ്രസിലെ MP P ചിദംബരം ആരോപിച്ചു. രാജ്യസഭയിൽ ബജറ്റ് ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലില്ലായ്മ സംബന്ധിച്ച് സർക്കാർ കൃത്യമായ വിവരം നൽകിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളുടെ ആരോപണങ്ങൾക്ക് മറുപടിയായി നിർമ്മാണ മേഖല ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സർക്കാർ സ്വീകരിച്ച നടപടികളുടെ പട്ടിക കേന്ദ്രമന്ത്രി JP നഡ്ഡ സഭയിൽ അവതരിപ്പിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് മഹാകുംഭമേളയിലെ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി. ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമസ്ഥാനത്തും രാഷ്ട്രപതി പൂജ നടത്തി. പ്രയാഗ്രാജിലുള്ള അക്ഷയ ബഡെ ഹനുമാൻ ക്ഷേത്രവും രാഷ്ട്രപതി സന്ദർശിച്ചു. ഗവർണർ ആനന്ദിബെൻ പട്ടേലും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും രാഷ്ട്രപതിയെ അനുഗമിച്ചു. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നഡ്ഡ ഇന്ന് മന്ത് നിർമ്മാർജ്ജനത്തിനുള്ള മരുന്ന് വിതരണത്തിന്റെ ദേശീയ ക്യാമ്പയിന് വീഡിയോ കോൺഫറൻസിലൂടെ തുടക്കം കുറിച്ചു. ക്യാമ്പയിൻ ഫലപ്രദമായി നടപ്പാക്കുന്നുണ്ടെന്ന് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉറപ്പാക്കണമെന്നും കേന്ദ്രമന്ത്രി അഭ്യർത്ഥിച്ചു. ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന രോഗത്തിൽ നിന്ന് സംരക്ഷണം നൽകാനുള്ള പോരാട്ടം ഊർജിതപ്പെടുത്താൻ പരിപാടി ലക്ഷ്യമിടുന്നതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. मैं मंत्री गण से निवेदन करूंगा कि आप पर्सनली एक रिव्यू मीटिंग जरूर आप लें कि आप इस फोर्टनाइट में, इस सप्ताह में कितने मास ड्रग एडमिनिस्ट्रेशन में हुआ और कितने लोगों ने दवाई खाई.
യുനാനി ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന 2 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ആയുഷ് മന്ത്രാലയത്തിന് കീഴിലുള്ള കേന്ദ്ര യുനാനി ചികിത്സാ ഗവേഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. പ്രശസ്ത യുനാനി ചികിത്സകനും അധ്യാപകനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ഹക്കിം അജ്മൽ ഖാന്റെ ജന്മവാർഷിക ദിനമായ ഫെബ്രുവരി 11 യുനാനി ദിനമായി ആഘോഷിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. 2025-26 സംസ്ഥാന ബജറ്റ് സംബന്ധിച്ച് ചർച്ചകൾക്ക് കേരള നിയമസഭയിൽ ഇന്ന് തുടക്കമായി. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ് ചർച്ച ആരംഭിച്ചത്. M. രാജഗോപാലൻ, മാത്യു കുഴൽനാടൻ, ആബിദ് ഹുസൈൻ തങ്ങൾ, മോൻസ് ജോസഫ് തുടങ്ങി ഇരുപക്ഷത്തു നിന്നും നിരവധി അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തു. ബജറ്റിന്മേലുള്ള ചർച്ച സഭയിൽ ബുധനാഴ്ച വരെ തുടരും. സംസ്ഥാന ബജറ്റിന്മേലുള്ള ചർച്ചകൾ കേരള നിയമസഭയിൽ ഇന്നും നടന്നു. കിഫ്ബിയുടെ പ്രവർത്തനം താളം തെറ്റിയതായി ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം കൊണ്ടുവന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കിഫ്ബി പരാജയപ്പെട്ട മാതൃകയാണെന്ന് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത് റോജി M. ജോൺ ആരോപിച്ചു. കിഫ്ബി റോഡുകളിൽ ടോൾ പിരിക്കാനുള്ള നീക്കം പ്രതിഷേധാർഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. എന്നാൽ കിഫ്ബി പ്രവർത്തനങ്ങളെ തകർക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് മന്ത്രി KN ബാലഗോപാൽ മറുപടി നൽകി. താമസിക്കാൻ സ്വന്തമായി വീടില്ലാത്ത കുടുംബത്തിന് വീട് വയ്ക്കാനുള്ള അനുമതി നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അർഹതപ്പെട്ടവർക്ക് ഡാറ്റാ ബാങ്കിൽ പെട്ടതായാലും നെൽവയൽ തണ്ണീർത്തട പരിധിയിൽപ്പെട്ടതായാലും വീട് വയ്ക്കാനായി ഗ്രാമപഞ്ചായത്തിൽ 10 സെന്റിനും നഗരത്തിൽ 5 സെന്റിനും അനുമതി നൽകേണ്ടതാണെന്ന് നിയമസഭയിൽ TA മധുസൂദനന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. 15ാമത് എയ്റോ ഇന്ത്യ 2025 വ്യോമാഭ്യാസ പ്രദർശനം ബംഗളൂരുവിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. പ്രതിരോധ മേഖലയിലെ ഉൽപാദനത്തിനുള്ള രാജ്യത്തിന്റെ കരുത്തും ഉത്സാഹവും പ്രതിഫലിപ്പിക്കുന്നതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമാഭ്യാസ പ്രദർശനമായ എയ്റോ ഇന്ത്യ എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. 2025 പ്രതിരോധ ഉൽപാദന പരിഷ്കാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും നവീകരണവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിന് നിരവധി നടപടികൾ കൈക്കൊള്ളുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. प्रयागराज का महाकुंभ आत्मसंधान का कुंभ है, तो एरो इंडिया का यह महाकुंभ अनुसंधान का कुंभ है. हमारी बाहरी मजबूती पर ध्यान दे रहा है. എയ്റോ ഇന്ത്യ രാജ്യത്തിന്റെ വ്യാവസായിക ക്ഷമതയും സാങ്കേതിക പുരോഗതിയും ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നതോടൊപ്പം സുഹൃത്ത് രാജ്യങ്ങളുമായുള്ള സഹവർത്തിത്വ ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. തായ്ലാന്റിലെ ബാങ്കോക്കിൽ നടക്കുന്ന പാരാ ആർച്ചറി ഏഷ്യാകപ്പിലെ വനിതാ കോമ്പൌണ്ട് ഓപ്പൺ വിഭാഗത്തിൽ ഇന്ത്യയുടെ സരിതയ്ക്ക് സ്വർണം. ഇന്ന് ഉച്ചതിരിഞ്ഞ് നടന്ന മത്സരത്തിൽ 143-142 എന്ന സ്കോറിനാണ് സിംഗപ്പൂരിന്റെ നൂർ സായാഹിദ അലിമിനെ സരിത തോൽപ്പിച്ചത്. മറ്റൊരിനത്തിൽ ഇന്ത്യയുടെ ആദിൽ മുഹമ്മദ് നസീർ അൻസാരി ഹോങ്കോങ്ങിന്റെ മാൻ തായുങ്ങിനെ തോൽപ്പിച്ച് പുരുഷ W1 വിഭാഗത്തിൽ വെങ്കലം നേടി. DMK മുതിർന്ന നേതാവ് VC ചന്ദ്രകുമാർ നിയമസഭാംഗമായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ഈറോഡ് ഈസ്റ്റ് ഉപതെരഞ്ഞെടുപ്പിൽ 90,629 വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത്. തമിഴ്നാട് നിയമസഭാ സ്പീക്കർ M. അപ്പാവു നിയമസഭാ സെക്രട്ടേറിയറ്റിലെ ചേംബറിൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് അമേരിക്ക സന്ദർശനത്തിന് തുടക്കമായി. ഇരു രാജ്യങ്ങളും തമ്മിൽ ഇന്ത്യയ്ക്കുള്ള നയതന്ത്ര പങ്കാളിത്തം മെച്ചപ്പെടുത്താൻ സന്ദർശനം സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതോടൊപ്പം ആരോഗ്യ പരിരക്ഷയ്ക്കും പ്രാധാന്യം നൽകണമെന്ന് പരീക്ഷാ പേ ചർച്ചയിൽ പ്രധാനമന്ത്രി. 2025-26 കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ച പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നു നടന്നു. മന്ത് നിർമ്മാർജ്ജനത്തിനുള്ള ക്യാമ്പയിൻ ഫലപ്രദമായി നടപ്പാക്കുന്നുണ്ടെന്ന് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉറപ്പാക്കണമെന്ന് അഭ്യർത്ഥിച്ച് മന്ത്രി JP നഡ്ഡ. സംസ്ഥാന ബജറ്റ് സംബന്ധിച്ച് ചർച്ചകൾക്ക് കേരള നിയമസഭയിൽ തുടക്കമായി. കിഫ്ബി വിഷയത്തിൽ സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. തായ്ലാന്റിൽ നടക്കുന്ന പാരാ ആർച്ചറി ഏഷ്യാകപ്പ് വനിതാ കോമ്പൌണ്ട് ഓപ്പൺ വിഭാഗത്തിൽ ഇന്ത്യയുടെ സരിതയ്ക്ക് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.